യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില യോഗാസനങ്ങളാണ്. അവ ചെയ്താൽ നമുക്ക് നമ്മളുടെ മൂഡ് മാറ്റാൻ പറ്റും. നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില യോഗാസനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ അവ നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യാനും നമുക്ക് ജോയ് അഥവാ ഹാപ്പിനെസ് കിട്ടാനുമെല്ലാം നമ്മെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ടെൻഷൻ റിലീവ് ചെയ്യുന്നു, ആങ്സൈറ്റി റിലീവ് ചെയ്യുന്നു, ചെസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ ഏതൊക്കെയാണ് ആസനങ്ങൾ എന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആസനാസ് തന്നെയാണ്. ബട്ട് നമ്മൾ അതൊരു പാക്കേജ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കൂടുതലാവാൻ നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ചെയ്യാൻ പോകുന്ന ആസനാസ് എല്ലാം നമ്മളുടെ ഹാപ്പിനെസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും ടെൻഷൻ റിലീവ് ചെയ്യാനും അതുപോലെ തന്നെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അതുവഴി നമ്മളുടെ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹാപ്പി ആവുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. യോഗ നമ്മളെ ചില ഹോർമോൺസ് റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഉദാഹരണത്തിന് എൻഡോർഫിൻസ്, ഡോപ്പമൈൻസ്, സെറോട്ടോണിൻ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ യോഗ നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ നാച്ചുറൽ മൂഡ്സിങ് കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ്, സ്ട്രെച്ചിങ് ആൻഡ് റിലാക്സ് ആവാൻ സഹായിക്കുന്ന ആസനാസ് എല്ലാം തന്നെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിയെ കാം ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാമൽ പോസ്, കോബ്ര പോസ് ഇവയെല്ലാം തന്നെ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുകയും സിംബോളിക്കലി നമ്മുടെ ഇമോഷണൽ ബ്ലോക്കേജ് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് കളയാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വാരിയർ പോസ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നു, ഗ്രൗണ്ട്നെസ് ആയിട്ട് തോന്നുന്നു, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ മാത്രമാണ് തിങ്ക് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാവുന്നു. ഈ മൈൻഡ്ഫുൾനെസ് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ ഓവർ തിങ്കിങ്ങും വറിയും ഒക്കെ ഉണ്ടാവുന്നത് ബ്രേക്ക് ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന യോഗാസനങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, യോഗ ഈസ് നോട്ട് എ ക്വിക്ക് ഫിക്സ്. ഒരു ദിവസം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഹാപ്പി ആവണമെന്നില്ല. പക്ഷെ അത് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ ചെയ്യാൻ പോകുന്ന 15 to 20 മിനിറ്റ്സ് വരുന്ന ഈ യോഗാസനാസ് നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ഉള്ള ഒന്നാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു 2 മിനിറ്റ്സ് ബ്രീത്ത് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആസനയിലോ സുഖാസനയിലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഇരിക്കാം. 2 കൈകളും ധ്യാൻ മുദ്രയിൽ വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുക. ഇനി ഇൻഹേൽ 4 കൗണ്ടിൽ ഇൻഹേൽ ചെയ്ത ശേഷം 6 കൗണ്ടിൽ എക്സേൽ ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. Breathe in and breathe out. Deep breathe in and deep breathe out. നിങ്ങൾ മനസ്സിൽ ഈ ദിനത്തിലേക്ക് ഞാൻ സന്തോഷത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറയുക. I invite joy in this day to my life. ഒരു 4 ബ്രീത്തെങ്കിലും എടുത്ത ശേഷം നിങ്ങൾക്ക് സ്ലോലി കണ്ണുകൾ തുറക്കാം. അടുത്തത് അധോമുഖ ശ്വാനാസനയാണ്. അത് നിങ്ങൾ 1 മിനിറ്റിലേക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്പൈനിനെ സ്ട്രെച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുത്ത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്ലോയിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ നമുക്ക് അധോമുഖ ശ്വാനാസന ചെയ്യാം. അധോമുഖ ശ്വാനാസന ചെയ്യാനായിട്ട് ടേബിൾ ടോപ്പ് പൊസിഷനിൽ ആദ്യം നിൽക്കുക. അതിനുശേഷം walk to the front. Take a deep breath in and breathe out. Breathe in
and breathe out. Breathe in and breathe out. Breathe in and breathe out. Breathe in and breathe out. Now slowly come back to Balasana. അടുത്തത് ഭുജംഗാസനയാണ്. അത് 1 മിനിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് എനർജിയും ലഭിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഭുജംഗാസന ചെയ്യാനായിട്ട് കമന്ന് കിടക്കുക. കാലുകൾ രണ്ടും കൂട്ടിവെക്കുക. കൈകൾ നെഞ്ചിന്റെ സമീപത്ത് വെക്കുക. ചിൻ മുട്ടിക്കുക. Now inhale and look up. സ്മൈൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നോർമൽ ശ്വാസോച്ഛ്വാസം എടുക്കാം. തിരിച്ച് മകരാസനയിൽ വിശ്രമിക്കാം. ഇതും നിങ്ങൾ 1 മിനിറ്റ് ചെയ്യുക. അടുത്തത് ഉഷ്ട്രാസനയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് വജ്രാസനയിൽ ഇരിക്കാം. ഇത് നമ്മുടെ ഹാർട്ട് ഡീപ്പായിട്ട് നമ്മുടെ ഹാർട്ട് ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇമോഷണൽ ബ്ലോക്കേജുകളെല്ലാം കളയാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളിത് സ്ലോലി ചെയ്യുക. അതോടൊപ്പം തന്നെ ഡീപ്പ് ബ്രീത്തും എടുക്കുക. ഇൻഹേൽ, എക്സൈൽ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നോർമൽ ബ്രീത്ത് എടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കാം. നമുക്ക് 6 നോർമൽ ബ്രീത്ത് എടുക്കാം. Now inhale, now exhale and come to Balasana. ബാലാസന ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെൻഷൻസ് എല്ലാം തന്നെ റിലീവ് ചെയ്യാൻ നോക്കുക. ലെറ്റ് ഇറ്റ് ഗോ. ബാലാസനയിൽ ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് വിശ്രമിക്കാം. റിലാക്സ്. അടുത്തത് വീരഭദ്രാസനയാണ്. ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസും സ്ട്രെങ്ത്തും നൽകുന്നു. അതോടൊപ്പം തന്നെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനും ഗ്രൗണ്ടിങ്ങിനും നല്ല ഒരു ആസന കൂടിയാണ്. സോ നമുക്ക് വീരഭദ്രാസന ചെയ്യാം. ഇൻഹേൽ, നിങ്ങളുടെ കൈകൾക്ക് ഫാർ അവേ ആയിട്ട് നോക്കുക. 1 2 3 4 5 6. ഇത് നിങ്ങൾക്ക് ഓരോ വശവും ഓരോ മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. അടുത്ത വശം ചെയ്യാം. ഇൻഹേൽ, 1
3, 4, 5, 6. Exhale and come back to the normal position. അടുത്തത് സേതുബന്ധനാസനയാണ്. ഇത് നമ്മുടെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മൂഡ് ബെറ്റർ ആവാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലിഫ്റ്റ് ദ ചെസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ നോക്കുക. സോ അതിനായിട്ട് നമുക്ക് സുപ്പൈൻ പോസ്ചറിൽ ലേ ഡൗൺ ചെയ്യാം. സോ കാലുകൾ ഗ്രോയിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലുകളിൽ പിടിക്കാം. ഇൻഹേൽ ആൻഡ് ലിഫ്റ്റ്. 1, 2, 3, 4, 5, 6. ഇതും നിങ്ങൾക്ക് 1 മിനിറ്റ് വരെ ഇങ്ങനെ പിടിച്ച് നിൽക്കാവുന്നതാണ്. അപ്പോൾ നോർമൽ ബ്രീത്ത് എടുക്കാം. Exhale and come back and relax. ഇനി നമുക്ക് കുറച്ചു നേരം ശവാസനയിൽ വിശ്രമിക്കാം. അതിനായിട്ട് കാലുകളുടെ 2 ഫീറ്റും ഇരുവശത്തേക്കുമായി വയ്ക്കുക. കൈകൾ രണ്ടും തൈസിൻ്റെ അടുത്തേക്ക് പാം മുകളിലേക്കാക്കി വയ്ക്കുക. കണ്ണുകൾ അടച്ച് ഇരിക്കാം. Observe your breath. How the air is going through your nostril. നിങ്ങളുടെ നോസ്ട്രിലിൽ കൂടെ എയർ ഉള്ളിലേക്ക് പോകുന്നതും അവ സൈഡിൽ ടച്ച് ചെയ്തതും മൂക്കിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യുന്നതും ബാക്കിൽ ടച്ച് ചെയ്യുകയും എന്നിട്ട് നിങ്ങളുടെ വിൻ പൈപ്പിലൂടെ നിങ്ങളുടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും പ്രാണ അഥവാ എനർജി ലഭിക്കുകയും നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഇംപ്യൂരിറ്റീസിനെയും അത് പുറത്തേക്ക് പുറന്തള്ളുന്നതും ആയി സങ്കല്പിക്കുക. Take a deep breath in and breathe out. ശ്വാസം, ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. Inhale and exhale. നമ്മളുടെ ചുറ്റുമുള്ള ഒരു ശബ്ദവും നമ്മളെ ബോധർ ചെയ്യുന്നില്ല. നമ്മൾ നിശബ്ദ ഭാവയിലേക്ക് നീങ്ങുകയാണ്. ടിക്കിംഗ് ഓഫ് ദ ക്ലോക്ക് ആവട്ടെ, ആരോ അപ്പുറത്ത് സംസാരിക്കുന്നതാവട്ടെ, വിൻഡ് ചൈം ആയിക്കോട്ടെ, എന്ത് തന്നെ ശബ്ദം കേട്ടാലും അത് നമ്മളെ ഒട്ടും തന്നെ ബോധർ ചെയ്യുന്നില്ല. നമ്മൾ ആ ശബ്ദത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം നമ്മൾ പൂർണ്ണമായും സന്തോഷവാനും സന്തോഷവതികളുമാണ്. We feel the happiness. ഇനി നിങ്ങൾക്ക് ഇത് ആവർത്തിച്ച് പറയാം. I am calm. ഞാൻ ശാന്തനാണ്. I am calm. ഞാൻ ശാന്തനാണ്. I am calm. ഞാൻ ശാന്തനാണ്. I am light. എനിക്ക് ഒട്ടും തന്നെ ഭാരമില്ല. I am light. എനിക്ക് ഒട്ടും തന്നെ ഭാരമില്ല.
എനിക്ക് ഒട്ടും തന്നെ ഭാരമില്ല. ഐ ചൂസ് ജോയ്. ഞാൻ സന്തോഷത്തെ ചൂസ് ചെയ്യുന്നു. ഐ ചൂസ് ജോയ്. ഞാൻ സന്തോഷത്തെ ചൂസ് ചെയ്യുന്നു. ഐ ചൂസ് ജോയ്. ഞാൻ സന്തോഷത്തെ ചൂസ് ചെയ്യുന്നു. ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവതിയാണ്. ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്. സ്ലോലി നിങ്ങളുടെ കൈകളും കാലുകളും ചെറുതായി ചലിപ്പിക്കൂ. Now slowly turn down to one side and sit in Sukhasana. Take a deep breath in. ഇനി പതുക്കെ നിങ്ങളുടെ കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമുക. ചെറുതായ ചൂടായ ശേഷം അവ കണ്ണുകളിലേക്ക് വെച്ച് പതുക്കെ കണ്ണുകൾ തുറക്കാം. ഹരി ഓം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.